ഹായ് ഹലോ എല്ലാവർക്കും യൂസ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാനും പൊന്നൂസും മാത്രമുള്ള ഒരു രാവിലത്തെ ഒരു വ്ളോഗും പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു പരിപാടികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സൺഡേ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അമ്മയും അവരൊക്കെ കല്യാണത്തിന് പോയിട്ടുണ്ട്, അനിയത്തിയൊക്കെ കല്യാണത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും പൊന്നൂസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾക്ക് ഞാൻ അടിച്ചു തരുന്ന സമയത്ത് അവൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലും കാര്യങ്ങളും അടുപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവിടെ ഒരു തുണിയൊക്കെ വിരിച്ചെടുത്തിട്ട് അവളവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ മുറ്റടിച്ച് തരാൻ നിൽക്കുന്നത്. അപ്പോൾ കുറേ എൻ്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം എൻ്റെ കൂടെ ചൂലെടുത്ത് അടിച്ചു തരാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് മണ്ണ് കളിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ സൈഡിൽ മുഴുവൻ റബ്ബറാണ്. അപ്പോൾ രണ്ട് സൈഡിലും റബ്ബറാണ്. അപ്പോൾ ആകെ ഇല കൊഴിയുന്ന സമയമായതുകൊണ്ട് തന്നെ നിറയെ ഇലകളാവും. നമ്മൾ അടിച്ചേരി ഒരു സൈഡിൽ കൂട്ടി വെക്കുകയൊക്കെ ചെയ്യും. അത് കഴിയുമ്പോഴേക്കും പിന്നെ കോഴിക്കളൊക്കെ വന്നിട്ട് അതൊക്കെ ചിക്കി ഒക്കെ പരത്തിയിടാവും. പിറ്റേ ദിവസം നമ്മൾ വീണ്ടും ഇത് അടിച്ചു തരും. അപ്പോൾ ഞാൻ വന്നിട്ട് കുറേ ദിവസമായി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അന്നൊക്കെ ഞാൻ വിചാരിക്കും ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് അടിച്ചു തരി കത്തിക്കണം എന്നൊക്കെ. അപ്പോൾ അന്നൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഏതായാലും സൺഡേ ഒക്കെ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളതൊക്കെ എടുത്ത് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടിച്ചതിൻ്റെ ഇടയിലായിരുന്നു ഏട്ടൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊന്നൂസ് കളിക്കണതൊക്കെ കാട്ടി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ എന്താ ഉണ്ടാക്കണത് എന്നൊക്കെ ചോദിച്ചോളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് നേരം ഏട്ടനോട് വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ചതിന് ശേഷം വീണ്ടും നമ്മളെ അടിച്ചു തരുന്ന പരിപാടിക്ക് തന്നെ തിരിഞ്ഞിട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് വെയിലായിട്ടുണ്ടായിരുന്നു. ഒക്കെ കട കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അടിച്ചു വരൽ കഴിഞ്ഞ് പിന്നെ കത്തിക്കാനും ഇതൊക്കെ ആയപ്പോഴേക്കും സമയം 9 മണി 9:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ വെയിലും ഇത് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ ഞാൻ റോട്ടിൽ തീയിടാൻ നിൽക്കുകയാണെങ്കിലും അപ്പോൾ അതിലേതെങ്കിലും ഒരു വണ്ടി വരും. അപ്പോൾ ഞാൻ പിന്നെ പകുതിയിൽ വണ്ടീനോട് നിർത്തിച്ചിട്ട് പിന്നെ ഞാൻ പോയി വെള്ളം ഒഴിച്ചിട്ടൊക്കെ വരലാണ്. അപ്പോൾ ഇന്നും അത് തന്നെയാണ് സ്ഥിതി. ഞാൻ ആദ്യം നടിച്ച് കയറി കത്തിക്കാൻ വേണ്ടിയിട്ട് കൂട്ടി വെച്ചപ്പോഴേക്കും ഒരു കാർ അതിൽ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഹൈവേ ഒന്നല്ല, പക്ഷേ അവിടെ ഒരു കോഴി ഫാം ഉണ്ടായതുകൊണ്ട് തന്നെ എപ്പോഴും കോഴി ഫാമിലേക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വണ്ടികൾ വരും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ റോട്ടിൽ വെച്ചിട്ട് കത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ സൈഡിലേക്ക് നീക്കിയിട്ട് കത്തിക്കാമെന്ന് വിചാരിച്ചു. സാധാരണ റോഡിൻ്റെ ഈ സൈഡ് തൊട്ടിട്ട് ആ സൈഡ് വരെ നമ്മൾ അങ്ങനെ തീയിട്ട് പോകാറാണ് പതിവ്. ഇപ്പോൾ കോഴി ഫാം വന്നതോടെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള വണ്ടികൾ വരും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അവരെ നിർത്തിച്ചിട്ട് അതും ചെയ്യണം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ തീയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ തീയിട്ടപ്പോൾ തന്നെ വിചാരിച്ചിരുന്നു ഒരു വണ്ടിയും വരരുതേന്ന് വിചാരിച്ചിങ്ങനെ നിന്നിരുന്നു. ഏതായാലും പെട്ടെന്ന് കത്തി തീർന്നതുകൊണ്ട് തന്നെ ഇലകളൊക്കെ നല്ല ഉണങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ വേഗം കത്തി തീരും. അപ്പോൾ പിന്നെ വേഗം തീയിട്ട് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുപോയി ഒഴിച്ചിട്ടോ. അപ്പോൾ തീയിൻ്റെ ആവിക്കൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എപ്പോൾ തീയിടുമ്പോഴും എന്നോട് ഏട്ടനോ അച്ഛനൊക്കെ പറയും അപ്പോഴത്തേക്ക് പോണ നോക്കിക്കൊണ്ട് തോന്നും. കാരണം റബ്ബറിൻ്റെ ഇലകളാണ് ഫുള്ള് സൈഡിൽ മുഴുവൻ. ഒരു ഇലയിൽ വന്ന് അങ്ങനെ പാറിയോ എന്തെങ്കിലും കഴിഞ്ഞ അത്രയും ഉണങ്ങി റെഡിയായി നിൽക്കണതുകൊണ്ട് തന്നെ പെട്ടെന്ന് കത്താൻ നല്ല സുഖം ഉണ്ടാവും. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ തീയൊക്കെ കെടുത്തി. അപ്പോഴേക്കും നമ്മൾ ആദ്യം കത്തിച്ചു കൊടുത്തൊക്കെ കോഴികൾ വന്ന് ചെനക്കൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രണ്ടാളും കൂടെ പൊന്നൂസും ഞാനും കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. പൊന്നൂസിന് മണ്ണിൽ കളിച്ച് മതിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീട്ടിലേക്ക് അകത്തേക്ക് പോകുക എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പോകുന്നതായിരുന്നു. അങ്ങനെ ആൾ പോയി ചെരുപ്പൊക്കെ ഒരു നേരെ അകത്തേക്ക് കയറാണ്. കയ്യിലൊക്കെ നിറയെ ചളി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളിച്ച് കൈയൊക്കെ കഴുകിച്ചു. അപ്പോൾ അമ്മ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റാൻഡിലൊക്കെ വെച്ചപ്പോൾ അവൾ വിചാരിച്ച് ഞാനത് അവിടെ വെച്ചപ്പോൾ മറന്നു പോകുന്നതാണ് വിചാരിച്ചിട്ട് അമ്മ അത് പോയി എടുക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൈയൊക്കെ സോപ്പിട്ട് കഴുകിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിൽ കളിക്കണതിൻ്റെ അത്രയും ഇഷ്ടമുള്ള കാര്യമായിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ. കുറേ നേരം വെള്ളത്തിൽ കളിക്കും കുളിക്കാൻ വേണ്ടിയിട്ട് നിർത്തുകയാണെങ്കിലൊക്കെ. അതോടെ തന്നെ ഇന്നും ജലദോഷം പനിയൊക്കെ തന്നെയാണ്, അതൊന്നും മാറി കിട്ടില്ല. എന്നാലും പിന്നെ ഇടയ്ക്ക് ഈ ഒരു പ്രായത്തിലൊക്കെ അല്ലേ അങ്ങനെ വല്ലാതെ കളിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ കളിക്കും. അല്ലാതെ നമ്മളില്ലെങ്കിലൊന്നും കളിക്കില്ല, നമ്മൾ ഉണ്ടാവുന്ന സമയത്ത് മാത്രം തന്നെ കളിക്കുള്ളൂ. എന്നാലും വെള്ളത്തിൽ കളിക്കണൊക്കെ പേടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആളെ കയ്യും കാലൊക്കെ കഴുകിച്ച് അങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ അകത്തേക്ക് കയറ്റി. ഇനി അവൾക്ക് ഫുഡ് കൊടുക്കണം. പ്രത്യേകിച്ച് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാ ദിവസവും അവരൊക്കെ ക്ലാസ്സിന് പോണ സമയത്തും ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണ്. പിന്നെ സൺഡേ ആയിട്ടും ആരുമില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം ആരും ഉണ്ടാവില്ല. എല്ലാവരും ക്ലാസ്സിനും അതുപോലെ തന്നെ അമ്മയൊക്കെ പണിക്കൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോഴത്തേനും ആരും ഉണ്ടാവില്ല. പിന്നെ ഞാനും പൊന്നൂസും മാത്രമേ ഉണ്ടാവാറുള്ളൂ. പക്ഷേ സൺഡേ ആയിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൊന്നൂസിന് വേഗം കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് കുറച്ച് നേരം വല്യച്ഛൻ്റെ വീട്ടിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് കുറച്ച് നേരം അവളെ ഇങ്ങോട്ടേറ്റ് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവൾ കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവൾ ആദ്യം ഫോൺ ചോദിക്കും. കുറച്ച് നേരം കാത്തു കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഫോൺ ചോദിക്കും. അപ്പോൾ ഒരു 2 സ്പൂൺ കഞ്ഞി അറിയാതെ അങ്ങ് കുടിച്ചിട്ട് പിന്നെ ചോദിച്ചു ഫോൺ എവിടെയും ചോദിച്ചു. അങ്ങനെ
ഫോണിൽ കുറച്ച് നേരം കാട്ടിക്കൊടുത്ത് കഞ്ഞിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടോ. ഇവിടെ റേഞ്ച് കുറവായതുകൊണ്ട് തന്നെ അധികം ഗാലറിയിലുള്ള വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇതാക്കും. അപ്പോൾ നമ്മൾ റിയാദിൽ നിന്നിരുന്ന സമയത്തത്തെ അവിടുത്തെ പാർക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോകണം എന്ന് നമ്മൾ പോവാന്നൊക്കെ ചോദിച്ചിട്ട് അധികം സംസാരം അതായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവളെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഞങ്ങൾ വല്യച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവളെ കുഞ്ഞു ബാഗൊക്കെ എടുത്തിട്ടാണ് പോരുന്നത് കേട്ടോ. കുറച്ച് നേരം പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ അവൾക്ക് ബാഗ് ഇട്ട് പോരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർത്താനം പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കം പോലെ പോരുന്നുള്ളൂ, എടുക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ നിഴൽ കാട്ടിക്കൊടുത്തിട്ട് നമ്മൾ വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിഴൽ കാട്ടിക്കൊടുത്തിട്ട് ഞാൻ പൊന്നൂസിനകത്ത് തന്നെ ചവിട്ടിയിട്ടാണ് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടെ അവിടെ വല്യച്ഛൻ്റെ അവിടെ എത്തിയിട്ടോ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടേ പോരാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അവിടെ ബിസ്ക്കറ്റും ചായയും കുടിച്ചു, ദോശയും ചായയും കുടിച്ചു. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ആക്കം പോലെയാണ് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. പോരാൻ വേണ്ടി നിന്നപ്പോഴാണ് പെട്ടെന്ന് വീടിൻ്റെ മുന്നിൽ കൂടെ ആന പോണത് കണ്ടത്, പ്രതീക്ഷിക്കാതെ കണ്ടതാട്ടോ. അപ്പോൾ ഈ ആന ഇവിടെ അടുത്ത് തന്നെ നമ്മളവിടെ ഉണ്ട് ആന. അപ്പോൾ അതിനെ നടത്താൻ കൊണ്ടുപോകലുണ്ടായിരുന്നു ഒന്നരാടം. അപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അവൾ ആനേനെ കണ്ട് കുറേ നേരം നോക്കി നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കഴിഞ്ഞിട്ട് എല്ലാവരോടും പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബാഗ് ഇട്ടിട്ട് പോരാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് രാവിലെ തൊട്ടിട്ടേ ബാഗ് ഇട്ട് നടക്കുകയായിരുന്നു. അപ്പോൾ അവരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ ഇട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ബാഗ് കാണുമ്പോഴേക്കും ബാഗ് ഇട്ട് നടക്കാനും പോകാനും സ്കൂളിൽ പോകാനും അംഗൻവാടി പോകാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കലാണ്. അപ്പോൾ ചെരുപ്പൊക്കെ ഇട്ട് ഒരാൾ റെഡിയായി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം പുനൂസിനെയും കൊണ്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ വണ്ടൂർ ഒരു പാർക്കുണ്ട്, അവിടെ പോകണം. അപ്പം അതിൻ്റെ മുന്നേ വല്യമ്മേൻ്റെ അവിടെയൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലായിടത്തേക്കും കൂടെ ആയിട്ട് നമ്മൾ വൈകുന്നേരം പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. വീട്ടിലെത്തിയപ്പോഴേക്കും അവൾ ആകെ കുഴങ്ങി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ നല്ല കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന ചോക്കോബാർ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ പിന്നെ അത് കുറച്ച് നേരം അതും കഴിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ചോക്കോബാറിൻ്റെ നുണച്ചി എന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്കും ഇഷ്ടമാണ് ചോക്കോബാർ. അപ്പോൾ ഞങ്ങൾ അന്നേരം ഇടയ്ക്ക് അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു കൊടുക്കും. എന്നും ജലദോഷം ചുമയാണ്ട് ഞാൻ കൊണ്ടു കൊടുക്കണ്ടെന്നൊക്കെ പറയും. പിന്നെ ഇടയ്ക്കൊക്കെ കൊണ്ടു കൊടുക്കും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ ആൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉറങ്ങുന്ന സമയത്താണെങ്കിൽ കണ്ണൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് സുഖമാണ്. പൊട്ടിട്ട് കൊടുക്കാനും പുരുക എഴുതാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കും. അപ്പം ഞാൻ കാജലിൻ്റെ ആ ഒരു സ്റ്റിക്കാണ് ഉപയോഗിക്കലുള്ളത്. അപ്പോൾ അത് ഏകദേശമൊക്കെ കഴിഞ്ഞ് പകുതിയിലേറെ ആയിട്ടുണ്ട്. അപ്പോൾ ആ ലാസ്റ്റൊക്കെ എത്തിയപ്പോഴേക്കും നല്ല തിക്നെസ്സിലാണ് പുരുക എഴുതി കൊടുക്കുമ്പോൾ വരുന്നത്. അപ്പോൾ ഇനി പുതിയതൊന്ന് വാങ്ങിക്കണം. പിന്നെ പെൺകുട്ടികളെ ഒരുക്കി കൊടുക്കുന്ന ഒരു പ്രത്യേക വൈബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ ഒരുക്കി കൊടുക്കണത് ഇതാക്കണമൊക്കെ. അപ്പോൾ പൊന്നൂസിന് ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കണ്ണ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കില്ല. കാരണം കണ്ണിൻ്റെ ഉള്ളിൽ കൂടെ ഇതാക്കണതായതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് മാത്രം നിന്ന് തരില്ല. ബാക്കി ഒരുക്കി കൊടുക്കുന്നതിനൊക്കെ അടങ്ങി നിന്ന് തരും. അപ്പോൾ ഞാൻ എഴുതി കൊടുക്കുന്നത് ഐലൈനറിൻ്റെ ആ ഒരു പീലി മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ ഒരു ഐലൈനറിൻ്റെ ആ ഒരു പീലി ഞാൻ എടുത്തിട്ട് കഴുകി കൺമഷി വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കാറ് കേട്ടോ. അല്ലാതെ ഐലൈനർ യൂസ് ചെയ്യാറില്ല. പിന്നെ പൊട്ടിട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യലുണ്ട്. അല്ലാതെ ഞാൻ കണ്ണെഴുതി കൊടുക്കാനൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതുകൊണ്ടാകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാനൊക്കെ കഴിയും. അല്ലെങ്കിൽ ഞാൻ ബഡ്സ് ഉപയോഗിച്ചിട്ടൊക്കെ വരച്ചു കൊടുക്കലുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ ഇങ്ങനെ ചെയ്തു. ഞാനത് എനിക്ക് സുഖം ഇതായതുകൊണ്ട് ഞാൻ അതിങ്ങനെ വെച്ചിട്ട് ചെയ്തു. അപ്പോൾ ഇനി പൊട്ടും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ പാമ്പിൻ്റെ പൊട്ട് വേണം, മയിലിൻ്റെ പൊട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണന്ന് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നിൻ്റെ പൊട്ടുവിൻ്റെ കാര്യങ്ങളൊക്കെ ഇത് പൊട്ടാൻ വേണ്ടെന്നൊക്കെ ഓളെന്നെ പറയും. അപ്പോൾ ഉറങ്ങായതുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഒരു പൊട്ടിട്ട് കൊടുത്തതാണ്. ഉണന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ മറ്റേ കളർ പൊട്ടുകളൊക്കെ ഉണ്ടല്ലോ ഉത്സവത്തിനൊക്കെ കിട്ടണേ, അതൊക്കെ വെച്ചിട്ട് എല്ലാ കളറും വെച്ചിട്ട് കുത്തിയിട്ടൊക്കെയാണ് പൊട്ടിട്ട് കൊടുക്കൽ. അപ്പോൾ പൊന്നൂസ് ഉണരുന്ന സമയമാകുമ്പോഴേക്കും ഞങ്ങളൊക്കെ മാറ്റി റെഡിയായി. അങ്ങനെ പൊന്നൂസിനും ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് നമ്മളിപ്പം മേപ്പാടത്ത് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളവിടെ നിന്ന് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ബസ് കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ തിരുവാലിയാണ്. തിരുവാലിക്കാകുമ്പോഴേക്കും അത്യാവശ്യം കുറച്ചും കൂടെ ദൂരമുണ്ട്. അപ്പോൾ ഞങ്ങൾ മേപ്പാടത്തേക്ക് പോകുന്നതായിരുന്നു. അച്ഛൻ ബൈക്കിൽ ഇങ്ങനെ 2 ട്രിപ്പായിട്ടൊക്കെ ആക്കി തന്ന് ഞങ്ങളിവിടെ കൊണ്ടാക്കി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബസ്സിനാണ് പോണത്. വണ്ടൂർ ഒരു പാർക്കുണ്ട്, ടൗൺ സ്ക്വയർ എന്ന് പറഞ്ഞ പാർക്കെന്നല്ല, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ അവിടെ കുറച്ച് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൊന്നൂസിനൊരു നേരം പോക്കുമായി ഞങ്ങൾക്കും ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് ആയി എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വന്ന് കുറച്ച് നേരം ഞങ്ങൾ 4 ആളും കൂടെ കറങ്ങാമെന്ന് വിചാരിച്ച് വന്നതായിരുന്നു. അപ്പോൾ വലിയ അനിയത്തി അവൾ ഏതൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു, അവളെ ഫ്രണ്ടിൻ്റെ. അപ്പോൾ അവളും കല്യാണം കഴിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് പാർക്കിലൊക്കെ. പൊന്നൂസ് ഭയങ്കര സന്തോഷമായിട്ട് കുറേ കാലത്തിന് ശേഷത്തിലൊക്കെ കയറുന്നതിൻ്റെ ആ ഒരു വൈബിലാണ്. അപ്പോൾ കണ്ടപ്പോഴേക്കും നമ്മളവിടെ റിയാദിൽ നിന്ന് ഓരോ മെമ്മറീസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവൾ പറയേണ്ടത്. ഞാൻ മണ്ണ് വാരിയിട്ടേന്നില്ല, ഇവിടെയൊക്കെ കളിച്ചിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അത് തന്നെയാണ് വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ.
അവൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പാർക്കിലേക്ക് പോകുകയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛനോടും അമ്മേനോടൊക്കെ പറയുന്നത് ഞാൻ അവൾ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്, ഗൾഫിലേക്ക് പോവുകയാണ്, വിമാനത്തിൽ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പിന്നെ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അവളെ തൽക്കാലം അങ്ങനെ പറഞ്ഞ് കൊണ്ടുവന്നതായിരുന്നു. പിന്നെ മിഠായി വാങ്ങിക്കൊടുത്ത് അത് കൈ കിട്ടിയപ്പോൾ പിന്നെ അവൾക്ക് ഊഞ്ഞാലും ഇതൊന്നും വേണ്ട, പിന്നെ വെറും മിഠായി കഴിച്ചുകൊടുക്കുകയായിരുന്നു. അങ്ങനെ കുറേ നേരം പിന്നെ അവളെ ഇഷ്ടത്തിന് അങ്ങനെ ആട്ടിക്കൊടുക്കലും ഇതൊക്കെ ആയിട്ട് കാര്യമായിട്ട് പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല, കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലത്തെ 2-3 ഊഞ്ഞാലും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ വെറുതെ ഒരു ഔട്ടിങ് പോലെ നമ്മളങ്ങനെ പോന്നിട്ടുണ്ടായിരുന്നതായിരുന്നു. അങ്ങനെ പൊന്നൂസ് കുറേ നേരം അവൾ എൻജോയ് ചെയ്തിട്ടോ. കുറേ കാലത്തിന് ശേഷം അവളൊന്ന് പാർക്കിലേക്കൊക്കെ കൊണ്ടുപോയതിൻ്റെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു. കാരണം അവിടുന്ന് നമുക്ക് പ്രത്യേകിച്ച് ആ ഒരു പാർക്കിൻ്റെ വില മനസ്സിലാവില്ലായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാവുന്നത്. അവിടുന്ന് എപ്പോഴും നമ്മൾ പാർക്കിലായതുകൊണ്ട് തന്നെ അങ്ങനെ പാർക്കിലേക്കായിട്ട് പ്രത്യേകിച്ച് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവളിനോട് ചോദിച്ചു, നടന്നാണ് അമ്മ പോകണത് ചോദിച്ച്. കാരണം അവിടെ നിന്ന് നടന്നു പോകാനുള്ള ഒരു ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബസ്സിനാണ് പോകണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ അവളും മേമയും കൂടിയിട്ട് 2 ആളും കൂടെ ഇരുന്നിട്ട് ആടി കളിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഒരു മെമ്മറീസാണ് കേട്ടോ, എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഫുഡ് അടിച്ചിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ കുഞ്ഞു വ്ളോഗ്. മറ്റു പുതിയ വിശേഷങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ലവ് യു, ബൈ.